വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കണിയാണ്, പിന്നെ പടക്കപ്പൊട്ടിക്കലാണ്. പ്രധാനം എന്ന് പറയുന്നത് വിഷു സദ്യയാണ്. എന്തായാലും എറണാകുളം നഗരത്തിലുള്ളവരെ സദ്യ ഉണ്ണിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സദ്യ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണുള്ളത്. വിനായക കേറ്റേഴ്സ്. അവരാണ് ഓണത്തിനായാലും വിഷുവിനായാലും എറണാകുളത്തുകാർക്ക് കൃത്യമായി സദ്യ എത്തിച്ചു കൊടുക്കുന്നത്. അവരുടെ അടുക്കളയിൽ നിന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ നല്ല മണമാണ്. ഇതിൻ്റെ മണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലട പ്രഥമന ഇങ്ങനെ തിളച്ചു വരികയാണ്. അതിൻ്റെ നല്ല മണമാണ്. ഈ വിഷുക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ രുചി അല്ലെങ്കിൽ കൊതി തോന്നുന്ന ആ മണമാണ്. ഇത് എത്ര പേർക്കൊക്കെയാണ് ഈ ഒരുക്കുന്നതെന്നൊക്കെ നമുക്കിതിൻ്റെ നടത്തിപ്പുകാരോട് തന്നെ ചോദിക്കാം. ഇങ്ങനെ വിഷുവിൻ്റെ സദ്യയുടെ അവസാനത്തെ വട്ടമാണില്ലേ ഈ പായസം? അതെ, പായസം അവസാനത്തെ വട്ടം. എത്ര തരം പായസമുണ്ട്? 2 തരം പായസം, പാലട പ്രഥമനും പഴപ്രഥമനും. 3 ചെമ്പിൽ പാലടയുണ്ട്. എത്ര പേർക്കായത്? ഇത് ഏകദേശം ഒരു 2500-3000 പേർക്കുള്ള പാലട. എല്ലാം ഓർഡർ ചെയ്തതാണ്. 3000 പേര് ഓർഡർ, ഏകദേശം 2000 പേർക്ക് മുകളിൽ ഓർഡർ ചെയ്തിരിക്കുന്നതാണ്. വരുമ്പോൾ തന്നെ പുറത്ത് ക്യൂ ആണ്. അതെ, അത് എക്സ്ട്രാ ആയിട്ട് മേടിക്കാൻ പറ്റുമെന്നുള്ള ക്യൂ ആയിരിക്കും. നമ്മൾ തയ്യാറാവുന്നേ ഉള്ളൂ, ആൾക്കാർ ക്യൂ നിന്ന് തുടങ്ങി. അതൊരു പതിവുള്ളതാണ്. ക്യൂ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ വരും. നമുക്ക് കൊടുക്കാൻ പറ്റുന്നിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷേ ഗ്യാസിന് ലഭ്യത കുറവും ബാക്കിയുള്ളതുകൊണ്ടും കുറവായിട്ടിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ ലഭ്യത കുറവാണ്. അതിപ്പോൾ നേരിടുന്നുണ്ടോ? ഭയങ്കരമായിട്ടുണ്ട്. ഗ്യാസ് നമുക്ക് കിട്ടാനില്ല. കിട്ടുന്നതന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇട്ടുകൊണ്ട് വിഷുവിൻ്റെ ഓർഡർ വളരെ കുറച്ചേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. സാധാരണഗതിയിൽ ഏകദേശം 7000-8000 പേർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2000-2500 പേർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വലിയൊരു പ്രതിസന്ധിയാണ്. കാര്യം അത്രയും പേര് സദ്യ ഉണ്ടാതിരിക്കും. ഒരുപാടുണ്ടാവും. വീടുകളിലും ഗ്യാസ് ഇല്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു. സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? വിഷു സദ്യ, പായസം, അത് തന്നെ. സ്പെഷ്യൽ ഐറ്റമായിട്ട് എന്തെങ്കിലും? സ്പെഷ്യൽ ഐറ്റമായിട്ട് കാളൻ, കുറുക്ക് കാളൻ, ചേനയും കായും കൂടി കുറുക്ക് കാളൻ, അതാണ് സ്പെഷ്യൽ. നമുക്ക് കാണാം. പാക്കിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ഇത് ഒരു ഭാഗത്ത് പായസം തയ്യാറാകുന്നു, മറുഭാഗത്ത് പാക്കിംഗ് ഒക്കെ സാമ്പാറൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എന്താ അത്? ഇവിടെ ഇപ്പോൾ അകത്തേക്ക് നമുക്ക് കാണിച്ചു തരാം. അവിടെ വലിയ രീതിയിലാണ് പാക്കിങ്. ഈ എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട കാറ്റേഴ്സാണ്. നേരത്തെ പറഞ്ഞു കേട്ടില്ലേ, 7000-8000 പേർക്ക് സദ്യ കൊടുക്കുന്ന സ്ഥാപനമാണ്. പക്ഷേ ഈ ഗ്യാസിൻ്റെ പ്രതിസന്ധി മൂലം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അത് 3-1 കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എത്ര പേരെ അത് ബാധിക്കുമെന്ന് അറിയാമല്ലോ. ഇവിടെ ഇപ്പോൾ വിശാലമായ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഇതിപ്പോൾ എന്തൊക്കെയാണ്? സദ്യ ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. സർക്കാരുടെ ഓർഡർ ഇരിക്കുന്നതാണ്. ഇത് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ? ഇത് എന്തൊക്കെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്? 2 തരം ഉപ്പേരി, 2 തരം അച്ചാറ്, ബാക്കിയുള്ള കറികൾ, സദ്യക്കുള്ള കറികളെല്ലാം എല്ലാം മറ്റേ സ്റ്റീൽ പാത്രത്തിൽ തന്നെ കൊടുത്തു. നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കറാണ് ഈ സദ്യയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.